ക്ഷേത്രങ്ങളൊക്കെ CPM ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിലൊക്കെ CPM കൈകടത്തലുകൾ ഇപ്പോൾ ഏറി വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നത് പറമ്പായി ക്ഷേത്രത്തിലെ കലശ ഇതിനിടയിൽ ഈ സൂരജ് വധക്കേസിലെ പ്രവർത്തകരെ CPM പ്രവർത്തകരെയും ചെഗുവരയുടെയും ചെങ്കൊടിയുടെയും ഫ്ലക്സുകൾ പിടിച്ചുകൊണ്ട് ആളുകൾ ഘോഷയാത്ര നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേത്രഭരണ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഈ ഹിന്ദുക്കളുടെ ഈ ആരാധനാലയങ്ങളിലേക്ക് കടന്നു കയറാൻ ഞങ്ങൾക്കാരെയും ഭയക്കേണ്ടതില്ല, ഞങ്ങൾ അവിടേക്ക് കടന്നു കയറുക തന്നെ ചെയ്യും, അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതല്ലേ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ക്ഷേത്രങ്ങളിലൂടെയുള്ള CPMൻ്റെ കടന്നുകയറ്റം, പുഷ്പനെക്കുറിച്ചുള്ള പാട്ട്, ലാൽ സലാം വെച്ചുള്ള പാട്ടുകൾ, ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇവർ ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കാൻ വർഷങ്ങൾക്ക് മുൻപേ പരിശ്രമം തുടങ്ങിയതാണ്. ക്ഷേത്രങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു. ക്ഷേത്രങ്ങൾ ഉഴുതുമറിച്ച് അവിടെ കപ്പ നടണം, പട്ടിണി മാറ്റാനായിട്ട് അതാണ് നല്ലത് എന്നൊക്കെ ഏറെക്കാലം പറഞ്ഞു നടന്നിരുന്നു. പക്ഷേ കേരളത്തിൽ ക്ഷേത്രവിശ്വാസം വർദ്ധിക്കുകയും ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും വലിയ തോതിലുള്ള നവീകരണം നടക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ക്ഷേത്രം നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇവർക്ക് പിന്നെയുള്ള വഴി എന്താണ്? മാത്രമല്ല, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഭാഗവത സപ്താഹം, അതേപോലുള്ള ആധ്യാത്മിക സദസ്സുകൾ, രാമായണ പ്രഭാഷണങ്ങൾ, രാമായണ മാസ ആചരണം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൂടെ കേരളത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ആധ്യാത്മിക ചിന്ത ഉണരുകയും ക്ഷേത്രോന്മുഖമായിട്ട് ഒരുപാട് വികസനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി നയത്തിനും വിശ്വാസത്തിനും എതിരാണ്. ഇതെങ്ങനെ നേരിടണം എന്നവർക്കറിയില്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്ന് എതിർത്തിട്ട് ഒരു പ്രയോജനമില്ല. അത് പിന്നെ എന്താ ചെയ്യുക? ക്ഷേത്രത്തിനകത്ത് കിടക്കുക, ക്ഷേത്രത്തിനുള്ളിൽ കടന്നുകൂടുക. അപ്പോൾ അവർ ആദ്യം എന്ത് ചെയ്തു? അവരുടെ അധികാരം ഉപയോഗിച്ച്, ദേവസ്വം ബോർഡുകൾ അവരുടെ അധികാരം ഉപയോഗിച്ച് ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ക്ഷേത്ര വിശ്വാസത്തിനനുസൃതമായി പ്രവർത്തിക്കുന്ന ഭക്തജന സംഘടനകളെ, ക്ഷേത്ര സംഘടനകളെ മുഴുവൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി. ക്ഷേത്രങ്ങളുടെ ആധ്യാത്മിക സംഘടനകൾ, ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി, ബാലഗോകുലം, അല്ലെങ്കിൽ മതപാഠശാലകൾ, വിശ്വഹിന്ദു പരിഷത്ത്, RSS തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് വേണ്ടി, ക്ഷേത്രങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, അതിനുവേണ്ടി നിലകൊണ്ട സംഘടനകളുടെ പ്രവർത്തനത്തെയും സംഘടനകളെയും വ്യക്തികളെയും കമ്മിറ്റികളെയും ഒക്കെ പിരിച്ചുവിട്ട് ക്ഷേത്രം പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൻ്റെ കൈപ്പിടിയിലാക്കി. എന്നിട്ട് ആ ക്ഷേത്രങ്ങളിൽ അവർ കമ്മിറ്റിക്കാരെന്നുള്ള രൂപേണ അവർ ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകൂടുക. ക്ഷേത്ര കമ്മിറ്റികൾ അവർ പിടിച്ചടക്കുന്നു. ദേവസ്വം ബോർഡുകളുടെ സഹായത്തോടെ ക്ഷേത്ര കമ്മിറ്റികൾ അവർ പിടിച്ചടക്കുന്നു. ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകൂടിയിട്ട് അവർ ഈ ക്ഷേത്രങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷേത്രഭരണം പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ കൊണ്ടുവരികയാണ്. അവർ തീരുമാനിക്കുന്നു അവരുടെ പാർട്ടിയുടെ പതാക ക്ഷേത്രോത്സവങ്ങളിൽ ഉയർത്തണം. അതാണ് ഇപ്പോൾ കടയ്ക്കൽ ക്ഷേത്രത്തിൽ നമ്മൾ മുമ്പ് കണ്ടത്. ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് ഇടയാക്കിയത്. പാർട്ടിയുടെ പതാക ഉയർത്തുന്നു, DYFIയുടെ കൊടി ഉയർത്തുന്നു, പുഷ്പനെ അറിയാമെന്നുള്ള പാട്ട്, പുഷ്പനെ അറിയേണ്ടത് ആദ്യം DYFIക്കാർ തന്നെയാണ്, പുഷ്പനെ അറിയാമെന്നുള്ള പാട്ട് ഉയർത്തുന്നു. അങ്ങനെ ക്ഷേത്രോത്സവങ്ങളെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുകയാണ്. ക്ഷേത്രോത്സവങ്ങളെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്നു. ക്ഷേത്രങ്ങളെ പിടിച്ചെടുത്ത് ക്ഷേത്രങ്ങളെ പരിപൂർണമായും കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് കമ്മ്യൂണിസ്റ്റ് ഗ്രാമം എന്നറിയപ്പെടുന്ന മൃദംഗ ശൈലേശ്വര ക്ഷേത്രത്തിൽ നോമ്പുതുറ നടത്താനായിട്ട് അവർ തീരുമാനിച്ചു. നോമ്പുതുറ ക്ഷേത്രത്തിനകത്ത്, ക്ഷേത്ര ഓഡിറ്റോറിയത്തിനകത്ത് വാങ്കുവിളിയോടുകൂടി നോമ്പുതുറ. ആർക്കാണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ, അവരുടെ വേണ്ടി നോമ്പുതുറ ഇഫ്താർ സംഗമം. ആ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ക്ഷേത്രത്തോടുള്ള സമീപനം എന്താണ്? അവരാരെങ്കിലും ക്ഷേത്ര വിശ്വാസത്തെ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ക്ഷേത്രവിശ്വാസം ശരിയാണെന്ന് വിചാരിക്കുന്നവരാണോ? ക്ഷേത്രവിശ്വാസികൾ കാഫിറാണ്, അവരവിശ്വാസികളാണ്, വിഗ്രഹാരാധകർ കൊല്ലപ്പെടേണ്ടവരാണ്, വിഗ്രഹാരാധനയോടും അവിശ്വാസികളോടും സന്ധിയില്ലാത്ത സമരം ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസികളെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ക്ഷേത്രത്തിന് നോമ്പുതുറ സംഘടിപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ വിശ്വസിക്കാത്തവരെ, ക്ഷേത്രത്തിൽ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെയും ഒക്കെ കൊണ്ടുവന്ന് ക്ഷേത്രപ്പറമ്പിൽ കൊണ്ടുവന്ന് നോമ്പുതുറ സംഘടിപ്പിക്കുന്നവർ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ഇവരുടെ താല്പര്യം ഒന്നാവുകയാണ്. ക്ഷേത്രത്തെ തകർക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് താല്പര്യവും
ക്ഷേത്രവിശ്വാസം ഇല്ലാതെയാവണം എന്ന ഇസ്ലാമിക താല്പര്യവും ഒന്നാവുകയാണ്, ഒരുമിച്ചാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളെ തകർക്കാൻ ഇടത് ജിഹാദി സഖ്യം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. തിരുവന്താംകുന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവനന്തപുരം ക്ഷേത്രത്തിന്റെ ക്ഷേത്ര മതിലുകൾക്ക് പച്ചനിറമടിച്ചു. ക്ഷേത്ര ഉത്സവത്തിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ മുസ്ലിങ്ങൾ, ക്ഷേത്ര കമ്മിറ്റിയുടെ ചെയർമാൻ മുസ്ലിം. എന്താ അവിടെ ഹിന്ദുക്കളില്ലാത്തതുകൊണ്ടാണോ? അല്ല. അപ്പോൾ ക്ഷേത്ര ഉത്സവങ്ങൾ പരിപൂർണമായും ഇടത് ജിഹാദി സംഘങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്. ഹിന്ദു സംഘടനകളെ പുറത്താക്കുന്നു, ഹിന്ദുക്കൾക്ക് അപ്രാപ്യമാക്കുകയാണ് ക്ഷേത്രങ്ങൾ, വിശ്വാസികൾക്ക് അപ്രാപ്യമാക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ കണ്ണൂർ ഇതാണ് പറമ്പായി മഠം ക്ഷേത്രത്തിലെ കലശഘോഷയാത്രയിൽ വർഷങ്ങൾക്ക് മുൻപ്, എത്ര വർഷം മുൻപാണ് സൂരജ് കൊല്ലപ്പെട്ടതെന്ന് പറയും. 10-15 വർഷം മുമ്പ്, 10-20 വർഷം മുമ്പ് കൊല്ലപ്പെട്ട സൂരജ് വധക്കേസിലെ പ്രതികൾ, ആ പ്രതികൾക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷിക്കപ്പെട്ടത്. അതിലെ പ്രതികൾ ആരൊക്കെയാണ്? അതിലെ പ്രതികൾ നമ്മുടെ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ദേശാഭിമാനിയുടെ വലിയ ചുമതലയിലുണ്ടായിരുന്ന പാർട്ടി നേതാവായിട്ടുള്ള മനോജിൻ്റെ സഹോദരൻ അടക്കം ആണ് പ്രതികൾ. ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കം പ്രതികൾ. ആ പ്രതികളെ ശിക്ഷിച്ചപ്പോൾ പാർട്ടി അവിടെ എന്താ ചെയ്തേ? ആ പ്രതികളെ ജയിലിലേക്ക് അയച്ചത് മുദ്രാവാക്യം വിളിച്ചിട്ടാണ്. കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. മുദ്രാവാക്യം വിളിച്ച് ജയിലിലേക്ക് അയച്ച ആ പ്രതികളുടെ ചിത്രം വെച്ചിട്ടാണ് ക്ഷേത്ര ഉത്സവത്തിൽ കുട്ടികളിൽ അവരുടെ ചിത്രം വയ്ക്കുന്നു, പോസ്റ്റർ വയ്ക്കുന്നു, ചെഗ്വേരയുടെ ചിത്രം വയ്ക്കുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലേക്ക് ക്ഷേത്രം പോയാൽ നാളെ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് ചെഗ്വേര ആയിരിക്കുമോ? വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരിക്കുമോ? കാറൽ മാർക്സ് ആയിരിക്കുമോ? ലെനിനായിരിക്കുമോ? ഇനി അത്രയും കൂടെ സംഭവിക്കാനുള്ളൂ. ക്ഷേത്രത്തിനകത്ത് നിന്ന് വിഗ്രഹം പുറത്താക്കി അവിടെ പാർട്ടി നേതാക്കന്മാരെ പ്രതിഷ്ഠിക്കുന്ന കാലം വിദൂരമല്ല. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ പാർട്ടി മുഴുവൻ കേരളത്തിൽ ചിലപ്പോൾ നടക്കില്ലായിരിക്കാം, പാർട്ടി ഗ്രാമങ്ങളിലെങ്കിലും ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ മാറാൻ പോകുന്ന സാഹചര്യമാണ്. അവിടെ പാർട്ടി നേതാക്കന്മാരുടെ വിഗ്രഹ പ്രതിഷ്ഠയായിരിക്കും വരാൻ പോകുന്നത്. സാർ, ഇപ്പോൾ മറ്റ് സമുദായങ്ങളിലെ ആചാരങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ സംഘടിതമായി കൂടിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കും. പക്ഷെ ഹിന്ദുക്കൾക്ക് ഇടയിൽ അത്തരമൊരു ഐക്യമില്ലാത്തതാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടാൻ ഇവരെയൊക്കെ? തീർച്ചയായും ഹിന്ദു സമൂഹത്തിലെ അസംഘടിതാവസ്ഥയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഹിന്ദുക്കൾ രാഷ്ട്രീയമായി വിഘടിച്ച് നിൽക്കുകയാണ്. അവരുടെ സ്വന്തം മതത്തിന് വേണ്ടി, സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് വരുന്നത് കുറവാണ്. ഇപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എമ്പുരാൻ സിനിമയൊക്കെ പിൻവലിക്കേണ്ടി വരുന്നതൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യവും ധിക്കാരവും എന്ന് വെച്ചാൽ ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും തങ്ങളുടെ പാർട്ടി അടിമകളായിട്ട് നിൽക്കുന്നവരാണ്. പാർട്ടി പറയുന്നതനുസരിക്കുന്നവരാണ്, പാർട്ടി പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണ് എന്ന ധാർഷ്ട്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അപ്പോൾ ഹിന്ദുക്കൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകുന്ന കാലത്ത് മാത്രമേ ഇന്ത്യയിൽ, കേരളത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളും ഹൈന്ദവ സംസ്കാരവും സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതുവരെ അതുകൊണ്ടാണ് അങ്ങനെയല്ല കേരളത്തിലെ ക്രൈസ്തവരും, അങ്ങനെയല്ല കേരളത്തിലെ മുസ്ലിങ്ങളും. കേരളത്തിലെ മുസ്ലിങ്ങൾ അവരവരുടെ മത താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. മതം വിട്ട് വേറൊരു കളി അവർക്കില്ല. കേരളത്തിലെ ക്രൈസ്തവർ അവർ മത താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. മതം കഴിഞ്ഞിട്ടേ അവർക്ക് രാഷ്ട്രീയമുള്ളൂ. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഹിന്ദുക്കൾ അങ്ങനെയല്ല. അവർ ഡീഹിന്ദുവൈസ്ഡാണ്, അഹൈന്ദവൽക്കരിക്കപ്പെട്ടവരാണ്. അവരുടെ ഹിന്ദുത്വ ബോധം തീരെ ഇല്ലാത്തവരാണ്. അവരിലേക്ക് ഹിന്ദുത്വ ബോധം, ഹിന്ദു സ്വാഭിമാനം അവരിലേക്ക് കൊണ്ടുവരികയും അവരെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഹിന്ദു ഐക്യവേദി ചെയ്യുന്നത്. അപ്പോൾ സംഘടിത ഹിന്ദു സമാജം മാത്രമാണ് ഇതിന് പരിഹാരം. ഹിന്ദുക്കൾ സംഘടിതരാവുക, അത് ആർക്കും എതിരായിട്ടല്ല. സ്വന്തം സംസ്കാരം സംരക്ഷിക്കാൻ, സ്വന്തം പൈതൃകം സംരക്ഷിക്കാൻ, സ്വന്തം മാനബിന്ദുക്കളെ സംരക്ഷിക്കാൻ ഹിന്ദുക്കൾ സംഘടിതരായേ മതിയാകൂ. അതുമാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിനും കമ്മ്യൂണിസ്റ്റ് വൽക്കരണത്തിനും എതിരായിട്ടുള്ള ഒരേ ഒരു പോംവഴി. ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. പുറത്തു വന്ന വാർത്തകൾ ക്ഷേത്രഭൂമികൾ മുഴുവൻ അന്യാധീനപ്പെടുകയാണ്. ക്ഷേത്രഭൂമികൾ പുതിയ ഡിജിറ്റൽ സർവേ വരുന്ന സമയത്ത് ക്ഷേത്രഭൂമികൾ നഷ്ടപ്പെടുകയാണ്. അത് മുഴുവൻ സർക്കാർ ഭൂമിയായിട്ട് മാറുകയാണ്. ക്ഷേത്രഭൂമിയായിട്ട് ഇതുവരെ ദേവസ്വം പുറമ്പോക്ക് ഭൂമിയായി കിടന്ന ഭൂമികൾ മുഴുവൻ പുതിയ ഡിജിറ്റൽ സർവേ അനുസരിച്ചിട്ട് സർക്കാർ അത് റവന്യൂ പുറമ്പോക്ക് ഭൂമിയായിട്ടാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ദേവസ്വം ഭൂമി സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? ദേവസ്വം ബോർഡിനാണ്.
നാളിതുവരെ 1 ഇഞ്ച് ഭൂമി തിരിച്ചു പിടിക്കാൻ ദേവസ്വം ബോർഡിനായിട്ടില്ല. 1 ഇഞ്ച് ഭൂമി, ദേവസ്വത്തിൻ്റെ അന്യാധീനപ്പെട്ട ഭൂമി അന്യാധീനപ്പെട്ടു, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു എന്ന് ദേവസ്വം ബോർഡ് തന്നെയാണ് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. ദേവസ്വം മിനിസ്റ്റർ തന്നെയാണ്. അതിൻ്റെ രേഖകളുണ്ട്. എത്ര ഏക്കർ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്, എത്ര ഏക്കർ ഭൂമി കൊച്ചി, എത്ര ഏക്കർ ഭൂമി മലബാറിന് നഷ്ടപ്പെട്ടു എന്നുണ്ട്. നാളിതുവരെ എത്ര ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്? 1 ഇഞ്ച് ഭൂമി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് മാത്രമല്ല, നിലവിലെ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ ദേവസ്വം ഭൂമികൾ സർക്കാർ ഭൂമിയായിട്ട് മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ ശ്രമം ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ ഹിന്ദു സമാജം തയ്യാറായില്ലെങ്കിൽ ഹിന്ദുക്കൾ കേരളത്തിൽ ഇല്ലാതെയാകും എന്നുള്ളതാണ് അതിൻ്റെ പരിണിത ഫലം.